CPM പ്രവർത്തകനായിരുന്ന അമ്പലത്തിൻകാല അശോകൻ കൊല്ലപ്പെട്ട കേസിലെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കുടുംബം. കേസിലെ പ്രധാനപ്പെട്ട 8 പ്രതികളും RSS പ്രവർത്തകരാണ്. 10 വർഷത്തോളം നീണ്ട നിയമയുദ്ധത്തിനൊടുവിലാണ് തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് കേസിൽ വിധി പറയുന്നത്. 2013 മെയ് 5 വൈകുന്നേരം 6:30യോടെയാണ് 20ഓളം പേർ വരുന്ന സംഘം അശോകനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ജംഗ്ഷനിലെത്തിച്ച് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയത്. അശോകന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മറ്റൊരാവശ്യം പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത്. നാട്ടുകാരുടെ മുന്നിലിട്ട് 38 വെട്ടുകൾ വെട്ടിയാണ് അശോകനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. 19 പ്രതികളുള്ള കേസിൽ 8ാം പ്രതി ശ്രീകാന്ത്, 9ാം പ്രതി കൊച്ചു എന്ന സുരേഷ് എന്നിവർ മാപ്പ് സാക്ഷികളാവുകയും ആക്കോടൻ സജു എന്ന ആൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. RSS മണ്ഡല കാര്യവാഹകനായിരുന്ന രാജഗോപാൽ, മുഖ്യ ശിക്ഷക് ശംഭു എന്നിവരുടെ ബ്ലേഡ് മാഫിയ ഇടപാടുകളെ തുടർന്നുള്ള വിഷയമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പലിശയ്ക്ക് പണം വാങ്ങിയ ഒരാളെ പ്രതിയായ ശംഭു വഴിയിൽ തടഞ്ഞു നിർത്തി വാഹനം പിടിച്ചെടുക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ പൊതുപ്രവർത്തകൻ കൂടിയായ അശോകൻ സംഭവത്തിൽ ഇടപെട്ടു. ഇതാണ് ഒടുവിൽ ക്രൂരമായ കൊലപാതകത്തിൽ കലാശിച്ചത്. ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളുടെ അനുജനെ കൊന്ന കാപാലികന്മാർക്ക് ഇന്ത്യ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന പരമാവധി ശിക്ഷ അവർക്ക് കിട്ടുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അശോകൻ എന്ന ശ്രീകുമാറിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയതിൽ ആശ്വാസമുണ്ടെങ്കിലും കൊലപാതകത്തിന് നേതൃത്വം നൽകിയ പലരെയും വെറുതെ വിട്ടതിൽ ദുഃഖമുണ്ടെന്നും സഹോദരി പറഞ്ഞു. ഇത്രയും ക്രൂരമായി ഒരു ജംഗ്ഷൻ കൂടുന്നവരിടത്ത് 100-100 ആള് നോക്കിക്കൊണ്ട് നിൽക്കെ 39 വെട്ടി കാലിനെ വെട്ടി മുറിച്ച് ഓടാതെ ഇരിക്കാം. കാലിനെ വെട്ടി മുറിച്ചതിന് ശേഷം 38 വെട്ടും കൂടി വെട്ടി ഒരു മനുഷ്യനെ ഇത്രയും വേദന അനുഭവിക്കുന്ന രീതിയിൽ ഈ പ്രവൃത്തി ചെയ്തതുകൊണ്ട് ഇവരെല്ലാം തൂക്കിക്കൊല്ലാൻ വിധിക്കണം. കുറ്റക്കാരായി കോടതി കണ്ടെത്തിയ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് ഇപ്പോഴും കുടുംബം പ്രതീക്ഷിക്കുന്നത്. കോടതി കുറ്റവിമുക്തരാക്കിയ പ്രതികൾക്കെതിരെ നിയമപോരാട്ടം തുടരുമെന്നും കുടുംബം പറഞ്ഞു. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.